മത്തായി 24-ലും 25-ലും ഒക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് രണ്ടാം വരവുമായി ബന്ധപ്പെട്ടാണ്. സഭയ്ക്ക് വേണ്ടിയുള്ള വരവിനെ കുറിച്ചല്ല. അധ്യായത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് നേരത്തെ പഠിച്ചിട്ടുള്ളത്, സഭയ്ക്കു വേണ്ടി യേശു കർത്താവ് വരുന്നതിന് ഉള്ള അടയാളങ്ങൾ ഒന്നും കർത്താവ് നമുക്ക് തന്നിട്ടില്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് എഹെസ്കേൽ 38-39 ചോദ്യം നമുക്ക് വന്നത്. അത് നമ്മൾ വേറെ ആയിട്ട് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ പഠിക്കും എന്നതുകൊണ്ട് ഞാൻ ഇവിടെ അത് പരാമർശിക്കുന്നില്ല. എന്നാൽ ഇവിടെ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 24:3. As he sat on the Mount of Olives, the disciples came to him privately, saying, "Tell us, when will these things be, and what will be the sign of your coming and of the end of the age?" കണ്ടോ, സൈൻ ഓഫ് യുവർ കമ്മിങ് ആൻഡ് എൻഡ് ഓഫ് ദ ഏജ്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കർത്താവ് ഈ അധ്യായങ്ങളിൽ പറയുന്നത്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. എന്നാൽ അത് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയുമായി ബന്ധത്തിൽ നമുക്ക് സ്വീകരിക്കാം. കാരണം സമയം അറിയാത്ത വരവ് വിശേഷമായിട്ടും യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയാണ്. കർത്താവ് കള്ളനെ പോലെ വരുന്നത്. കർത്താവ് തേജസ്സോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവും ഇന്ന സമയം എന്ന് നിശ്ചയിപ്പാൻ ആർക്കും അറിയില്ല. എന്നാൽ നമ്മളിപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് കുറച്ച് കണക്കുകളൊക്കെ കൂട്ടി ആ രണ്ടാം വരവിന്റെ അല്ലെങ്കിൽ തേജസ്സിന്റെ പ്രത്യക്ഷതയുടെ ഭൂമിയിലേക്കുള്ള വരവിന്റെ കാലം വേണമെങ്കിൽ ഏകദേശമൊക്കെ നിർണയിക്കാമെന്നതൊഴികെ അന്നിവിടെ ജീവിച്ചിരിക്കുന്നവർ സഭയിലുള്ളവരായിരിക്കില്ല എന്നതുകൊണ്ട് ആ കാര്യങ്ങൾ അവർക്കും അജ്ഞാതമായിരിക്കും. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ ലോകാവസാനത്തിനും കർത്താവിന്റെ വരവിനും അടയാളങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാത്തിരിക്കുന്നത് ലോകാവസാനത്തിന് വേണ്ടിയല്ല. നമ്മുടെ പ്രത്യാശ അതിനും മുമ്പേ കർത്താവ് മണവാളനായി വരുന്ന വരവിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ കൂടുതലും അർത്ഥവത്താകുന്നത് കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ വരവ് എന്നതുമായി ബന്ധപ്പെട്ട. ശരി, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം.